So we have explained in detail the order condition of identifiability, and it is a necessary but not sufficient condition for identification. So that means even if the order condition is satisfied, it may happen that an equation is not identified, because order condition is not a sufficient condition. Though it is necessary, it is not a sufficient condition to decide or to finalize that an equation is identified. Okay, so we can say that even if the order condition, that is k minus k greater than or equal to m minus 1, is satisfied by an equation, it may be unidentified. It can be. There is every chance that this equation can be unidentified because the predetermined variables excluded from the equation. So in simultaneous equation, in a particular equation, there are some predetermined variables which are excluded. Okay, so the predetermined variables excluded from the equation but present in the model may not all be independent. So we cannot fully say that the excluded variables are independent, or there is no possibility of any one-to-one correspondence between the structural coefficients and the reduced form coefficients. അപ്പോൾ നമുക്കറിയാം സ്ട്രക്ചറൽ കോഎഫിഷ്യൻസും ഉണ്ട്, റെഡ്യൂസ്ഡ് ഫോം കോഎഫിഷ്യൻസും ഉണ്ട്. ഇവിടെ ഈ ഒരു സ്ട്രക്ചറൽ ഫോം കോഎഫിഷ്യൻസും റെഡ്യൂസ്ഡ് ഫോം കോഎഫിഷ്യൻസും തമ്മിൽ there is no one-to-one correspondence between these coefficients എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. That is, we may not be able to estimate the structural parameters from the reduced form coefficients by following the order condition alone. അപ്പോൾ നമ്മൾ പറയുന്നത് ഓർഡർ കണ്ടീഷൻ നെസസറി ആണെങ്കിലും സഫീഷ്യൻ്റ് അല്ല. നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന വേരിയബിൾസ്, അതായത് മോഡലിലുള്ള എന്നാൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ചില വേരിയബിൾസ്, പ്രീഡിറ്റർമൈൻഡ് വേരിയബിൾസ്, ഈ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലകൊള്ളണം എന്ന് നിർബന്ധം ഇല്ല. And there is no chance that there is no one-to-one correspondence between the structural coefficients and the reduced form coefficients. അങ്ങനെ വരുമ്പം we need both a necessary condition as well as a sufficient condition for identification. അപ്പോൾ ഈ ഒരു നെസസറി കണ്ടീഷൻ്റെ കൂടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനും കൂടി നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണം. ആൻഡ് ദാറ്റ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദി റാങ്ക് കണ്ടീഷൻ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഡർ കണ്ടീഷനോടൊപ്പം നമ്മളുടെ ഈ ഒരു റാങ്ക് കണ്ടീഷനും കൂടി ഉണ്ടെങ്കിലേ വി ക്യാൻ ഫുള്ളി കൺക്ലൂഡ് ദാറ്റ് വെദർ ആൻ ഇക്വേഷൻ ഈസ് ഐഡൻറ്റിഫൈഡ് ഓർ നോട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റാങ്ക് കണ്ടീഷൻ എന്താണ്? റാങ്ക് കണ്ടീഷൻ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ എ മോഡൽ കണ്ടെയ്നിങ് m ഇക്വേഷൻസ് ഉണ്ട് ഇൻ m എൻഡോജീനിയസ് വേരിയബിൾസ്. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എൻഡോജീനിയസ് വേരിയബിൾ ആണ്. അപ്പോൾ മോഡലിൽ ഉള്ള നമ്പർ ഓഫ് എൻഡോജീനിയസ് വേരിയബിൾസിനാണ് നമ്മൾ m എന്ന് പറയുന്നത്. അപ്പോൾ വി ആർ കൺസിഡറിങ് എ മോഡൽ. ആ മോഡലിൽ m ഇക്വേഷൻസ് ഉണ്ട് ഇൻ m എൻഡോജീനിയസ് വേരിയബിൾസ്. ആൻ ഇക്വേഷൻ ഈസ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോഡലിൽ ആൻ ഇക്വേഷൻ ഈസ് ഐഡൻറ്റിഫൈഡ് if and only if at least one non-zero determinant of order m minus 1 okay can be constructed from the coefficients of the variables. അപ്പോൾ നമുക്ക് എൻഡോജീനിയസ് വേരിയബിൾസും ഉണ്ട്, പ്രീഡിറ്റർമൈൻഡ് വേരിയബിൾസും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പല വേരിയബിൾസും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ വേരിയബിൾസ് ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. പക്ഷേ മോഡലിൽ ആ വേരിയബിൾസും ഉണ്ടാവും, മോഡലിൽ എല്ലാ വേരിയബിൾസും ഉണ്ടാകും. എന്നാൽ നമ്മൾ ഇക്വേഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ചില എൻഡോജീനിയസ് അല്ലെങ്കിൽ പ്രീഡിറ്റർമൈൻഡ് വേരിയബിൾസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട വേരിയബിൾസ്, നമ്മളെടുത്ത ഇക്വേഷൻ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് വെച്ച് വി ഷുഡ് ബി ഏബിൾ ടു ക്രിയേറ്റ് അറ്റ്ലീസ്റ്റ് വൺ നോൺ സീറോ ഡിറ്റർമിനൻറ്റ്. അതായത് ഇത് ഓർഡർ എന്ന് പറയുന്ന മെട്രിക്സ് നൊട്ടേഷൻ ആണ് പറയുന്നത്. ഇവിടെ റാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ റാങ്ക് ഓഫ് എ മെട്രിക്സ് ആണ്, ഒരു മെട്രിക്സ് റാങ്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നോൺ സീറോ ഡിറ്റർമിനൻ്റ് അല്ല m-1 ഓർഡറിലുള്ള ഒരു
ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ഡിറ്റർമിനൻറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റണം ഫ്രം ദ എക്സ്ക്ലൂഡഡ് വേരിയബിൾസ്. നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻസ് വെച്ച് നമുക്കൊരു റാങ്ക് മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ മോഡൽ ഐഡന്റിഫൈഡ് ആണെന്ന് നമുക്ക് പറയാം. സോ ദ റാങ്ക് കണ്ടീഷൻ ഞാൻ ഒന്നുകൂടി പറയാം. ഇൻ എ മോഡൽ വി ആർ കൺസിഡറിങ് എ മോഡൽ വിത്ത് m ഇക്വേഷൻസ് in m endogenous variable and equation is identified. നമ്മൾ അതിനകത്ത് ഒരു ഇക്വേഷൻ എടുത്തു. ആ ഇക്വേഷൻ ഐഡന്റിഫൈഡ് ആകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ നോൺ സീറോ ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ m-1 m-1 can be constructed from the coefficients of variables excluded from that particular equation but included in other equations of the model. അപ്പോൾ മറ്റ് ഇക്വേഷൻസിലുള്ള മോഡലിലുള്ള വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പർട്ടിക്കുലർ ഇക്വേഷനിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ആ എക്സ്ക്ലൂഡ് ചെയ്ത വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻസ് വെച്ച് നമുക്കൊരു ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ഡിറ്റർമിനൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ that particular equation is identified. ഇതാണ് റാങ്ക് കണ്ടീഷൻ്റെ അല്ലെങ്കിൽ റാങ്ക് കണ്ടീഷൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. Okay, so as an example for this rank condition, consider a hypothetical system of simultaneous equation. നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, നമ്മളൊരു സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് കുറച്ച് കൺസ്ട്രക്ട് ചെയ്യുവാണ്. അവിടെ y വേരിയബിൾസും ഉണ്ട്, എക്സ് വേരിയബിൾസും ഉണ്ട്. y വേരിയബിൾസ് എല്ലാം എൻഡോജീനസ് വേരിയബിളും എക്സ് വേരിയബിൾസ് എല്ലാം പ്രീ ഡിറ്റർമൈൻഡ് വേരിയബിൾസും ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ കുറച്ച് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ y1t മൈനസ് β10 മൈനസ് β12 y2t മൈനസ് β13 y3t മൈനസ് γ11 x1t ഈക്വൽ ടു u1t. നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതി, സൈമൾട്ടേനിയസ് ഇക്വേഷൻസിൽ ഒരെണ്ണം. സെക്കൻഡ് y2t മൈനസ് β20 മൈനസ് β23 y3t മൈനസ് γ21 x1t മൈനസ് γ22 x2t ഈക്വൽ ടു u2t. രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി മൂന്നാമത്തേത് y3t മൈനസ് β30 മൈനസ് β31 y1t മൈനസ് γ31 x1t മൈനസ് γ32 x2t ഈക്വൽ ടു u3t. ഓക്കെ, ഫോർത്ത് ഇക്വേഷൻ y4t മൈനസ് β40 മൈനസ് β41 y1t മൈനസ് β42 y2t മൈനസ് γ43 x3t ഈക്വൽ ടു u4t. അപ്പോൾ ഇതാണ് നമ്മളുടെ 4 ഇക്വേഷൻ. y എല്ലാം എൻഡോജീനസ് വേരിയബിൾസ് ആണ്, എക്സ് എല്ലാം പ്രീ ഡിറ്റർമൈൻഡ് വേരിയബിൾസും ആണ്. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1 2 3 4. 4 ഇക്വേഷൻസ് ഉണ്ട്. y വേരിയബിൾസും ഉണ്ട്, എക്സ് വേരിയബിൾസും ഉണ്ട്. ഇവിടെ y1t ഇവിടെ ഉണ്ട്, ഇവിടെ y2t ഉണ്ട്, y3t ഉണ്ട്, x1t ഉണ്ട്. ഇനി ഇവിടെ y1t ഇല്ല, y2t ഉണ്ട്, പിന്നെ y3t ഉണ്ട്, x1tയും x2tയും ഉണ്ട്. ഇവിടെ നോക്കിക്കേ, y1tയും y2tയും നമുക്ക് y1t ഇവിടെ ഉണ്ട്, y3t ഉണ്ട്, x1tയും ഉണ്ട്, x2tയും ഉണ്ട്. ഇവിടെ y4tയും y1tയും y2tയും x3tയും ഉണ്ട്. അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് y1 ഉണ്ട്, y2 ഉണ്ട്, y3 ഉണ്ട്, y4 ഉണ്ട് അല്ലേ. എക്സ് ആണെങ്കിലോ x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്. മാക്സിമം ഇത്രയാണ് വേരിയബിൾസ് ഉള്ളത്. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുവാണെങ്കിൽ ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്ന വേരിയബിൾസ് ഏതാണ്? y1 ഉണ്ട്, y2 ഉണ്ട്, y3 ഉണ്ട്. ഇവിടെ y4 ഇല്ല. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ y4 ഇല്ല. ഇനി x1 ഉണ്ട്, x2 ഇല്ല, x3 ഇല്ല. സെക്കൻഡ് ഇക്വേഷൻ നോക്കുവാണെങ്കിൽ y1 ഇല്ല, y2 ഉണ്ട്, y3 ഉണ്ട്,
y4 ഉണ്ടോ? ഇല്ല. y4ഉം ഇല്ല. x1ഉം x2ഉം ഉണ്ട്, x3 ഇല്ല. തേർഡ് അപ്പോൾ ഇവിടെ എല്ലാം എക്സ്ക്ലൂഡഡ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുമുണ്ട്. ഇവിടെ y1t-യും y3t-യും ഉണ്ട്, y2t ഇല്ല, y4t ഇല്ല, x1ഉം ഉണ്ട്, x2ഉം ഉണ്ട്, x3t ഇല്ല. ഇവിടെ y4ഉം y1ഉം ഉണ്ട്, y2t-യും ഇല്ല, y3t-യും ഇല്ല, x3 ഉണ്ട്. അപ്പം x1ഉം ഇല്ല, x2 ഇല്ല. അപ്പോൾ ഈ എല്ലാ ഇക്വേഷൻസിലും നമുക്ക് പല വേരിയബിൾസ്, എക്സ്ക്ലൂഡഡ് വേരിയബിൾസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസിനെ, ഈ 4 ഇക്വേഷനും കൂടി അതിൻ്റെ കോയിഫിഷ്യൻസ് വെച്ച് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇക്വേഷൻ നമ്പർ 1, 2, 3 and 4. ഇനി കോയിഫിഷ്യൻസ് ഓഫ് വേരിയബിൾസ് നമ്മളുടെ 1 നമ്മളുടെ ഇന്റർസെപ്റ്റ് ടേമുകളാണ്. പിന്നെ y1, y2, y3, y4, x1, x2, x3 ഇത്രയും വേരിയബിൾസാണ് നമുക്കുള്ളത്. ഇതിൻ്റെ എല്ലാം കോയിഫിഷ്യൻസാണ് നമ്മൾ എഴുതുന്നത്. അപ്പം അതായത് ആദ്യത്തെ ഇന്റർസെപ്റ്റ് ടേം ഇവിടെ എന്താണ്? β10. അപ്പം മൈനസ് β10. y1ൻ്റെ ടേം ഇവിടെ y1 ഉണ്ടോ? ഫസ്റ്റ് ഇക്വേഷനിൽ y1 ഇല്ല. അപ്പം നമ്മളവിടെ 0 എന്ന് കൊടുക്കും. സോറി ദിസ് ഇസ് y1 അല്ലേ? അപ്പം അവിടെ y1 ഉണ്ട്, 1 ആണ്. y2 ഉണ്ടോ? ഉണ്ട്. ദിസ് ഇസ് y2. അപ്പം മൈനസ് β12 ആണ് അതിൻ്റെ കോയിഫിഷ്യൻറ്റ്. y3 ഉണ്ടോ? ദിസ് ഇസ് y3 മൈനസ് β13. y4 അവിടെ ഇല്ല, നമ്മൾ 0 കൊടുത്തു. x1 ഉണ്ട്, മൈനസ് ഗാമ 11. x2 ഇല്ല, x3യും ഇല്ല. അപ്പം നമ്മളുടെ ടേബിളാണ് നമ്മളിത് ഇവിടെ ചെയ്യുന്നത്. ഈ 4 ഇക്വേഷൻസിൻ്റെയും വേരിയബിൾസ് വെച്ച് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ. ഇനി സെക്കൻഡ് ഇക്വേഷനിലോട്ട് വരുവാണെങ്കിൽ, സെക്കൻഡ് ഇക്വേഷനിൽ ഇന്റർസെപ്റ്റ് ടേം ഉണ്ട്, മൈനസ് β20. y1 ഇല്ല അല്ലേ? y1 ഇവിടെ ഇല്ലാത്ത നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ y1 ഇല്ല, 0. y2 ഉണ്ട്, 1. ഇത് y2, ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. y3 മൈനസ് β23. ഇനി y4 ഉണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ ഇല്ലാത്തതിൻ്റെ കൂടെ y4 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് 0 ആകും. x1 ഉണ്ട്, മൈനസ് ഗാമ 21. x2 ഉണ്ട്, മൈനസ് ഗാമ 22. x3 ഇല്ല, അത് നമ്മൾ 0 ഇട്ടു. ഇനി തേർഡ് ഇക്വേഷനിലോട്ട് വരുവാണ്. മൈനസ് β30. ഇനി y1 കമ്പോണൻറ്റ് ഇവിടെ ഇതല്ലേ, y1 കമ്പോണൻ്റ് ഉണ്ട്, മൈനസ് β31. y2 കമ്പോണൻ്റ് ഇല്ല, അപ്പോൾ നമ്മൾ 0 കൊടുത്തു. y3 കമ്പോണൻറ്റ് ഇവിടെ ഉണ്ട് അല്ലേ, y3 ആണിത്, അപ്പോൾ അത് 1 കൊടുത്തു. y4 കമ്പോണൻ്റ് ഇല്ല, അത് നമ്മൾ 0 കൊടുത്തു. x1 ഉണ്ട്, മൈനസ് ഗാമ 31. x2 ഉണ്ട്, മൈനസ് ഗാമ 32. x3 ഇല്ല, നമ്മളത് 0 കൊടുത്തു. ഇനി ഫോർത്ത് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഫോർത്ത് ഇക്വേഷനിലോട്ട് വരുമ്പോൾ മൈനസ് β40 ഉണ്ട്, y1 കമ്പോണൻറ്റ് ഇവിടെ ഉണ്ട്, അപ്പോൾ മൈനസ് β41 ആണ് കോയിഫിഷ്യൻറ്റ്. y2 ഇല്ല അല്ലേ, y2 അപ്പോൾ 0 ആകും. y3യും ഇല്ല, സോറി y2 ഇവിടെ ഉണ്ട്, ഇത് കണ്ടോ, അപ്പം അത് മൈനസ് β42. y3 ഇല്ല, 0. ഇനി y4 ഉണ്ടോ? ഉണ്ട്, ഇതല്ലേ y4 ആണ് ഇക്വേഷൻ തുടങ്ങുന്നത്, അപ്പോൾ അത് 1. x1ന് ഇല്ല, x2വും ഇല്ല, x3 മൈനസ് ഗാമ 43. അപ്പം ഈ ഒരു ടേബിളിൽ ഈ പറഞ്ഞ ഇക്വേഷനിലെ എല്ലാ കോയിഫിഷ്യൻസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ വേരിയബിൾസിൻ്റെയും കോയിഫിഷ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് തൊട്ട് ഫോർത്ത് ഇക്വേഷൻസ് വരെ. സോ ലെറ്റ് us first apply the order condition. ഓക്കെ, ബൈ ഓർഡർ കണ്ടീഷൻ എല്ലാ ഇക്വേഷൻസും ഐഡൻറ്റിഫൈഡ് ആണ്. കാരണം എല്ലായിടത്തും m-1 വേരിയബിൾസ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്.
Now we have to check the rank condition. So for that നമുക്ക് first equation consider ചെയ്യാം. Okay. So ഇതാണ് നമ്മളുടെ first equation. ഇതാണ് അതിന്റെ variables അല്ലേ? First equation variables. So here y4, x2 and x3 is excluded variables. അപ്പോൾ y4 x നമ്മൾ അതെല്ലാം നമ്മൾ 0 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അതിന്റെ കോഎഫിഷ്യൻസ് y4 ഉം x2 ഉം x3 ഉം. So for this equation to be identified, നമ്മൾ റാങ്ക് കണ്ടീഷൻ അനുസരിച്ചാണെങ്കിൽ ഈ ഇക്വേഷൻ ഐഡന്റിഫൈഡ് ആവണമെങ്കിൽ we must obtain at least one non-zero determinant of order. ഓർഡർ ഏതാണ്? m-1 m-1, അതായത് 3x3 മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്. മൊത്തം 1 2 3 4 5 6 7 വേരിയബിൾസ് ഉണ്ട്. അപ്പം m എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് എൻഡോജീനിയസ് വേരിയബിൾ. അത് y1 y2 y3 y4 ഈ നാലെണ്ണമാണ് എൻഡോജീനിയസ് വേരിയബിൾ. അപ്പൊ m എന്ന് പറയുന്നത് 4 ആണ്. m-1 അപ്പൊ എന്താണ്? 3 എക്സ്ക്ലൂഡഡ് വേരിയബിൾസ് ഉണ്ട് 1 2 3. അപ്പൊ നമുക്ക് 3x3 മെട്രിക്സ് ആണ് ഫോം ചെയ്യേണ്ടത് ഫ്രം ദ കോഎഫിഷ്യൻസ് ഓഫ് ദ വേരിയബിൾസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദി ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എക്സ്ക്ലൂഡ് ചെയ്ത വേരിയബിൾസ് വെച്ചുകൊണ്ട് ഒരു മെട്രിക്സ് ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആ മെട്രിക്സിനെ നമുക്ക് എ എന്നുള്ള പേര് വിളിക്കാം. എ ഈക്വൽ ടു നമുക്ക് ഫോം ചെയ്യാം y4 ഉം x2 x3 ആണ്. അപ്പൊ നമ്മളിവിടെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു 0 0 1 മൈനസ് ഗാമ 2 2 മൈനസ് ഗാമ 3 2 0 0 0 മൈനസ് ഗാമ 4 3. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത y4 എന്ന് പറയുന്ന കോളം x2 x3. അതിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ മിച്ചമുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ്? ഈ എലമെന്റ് 0 0 1, ദെൻ മൈനസ് ഗാമ 2 2 ഈ ഒരു എലമെന്റ്, പിന്നെ x3യുടെ എലമെന്റ്. ഇത് വെച്ച് നമ്മളൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. അതാണ് മെട്രിക്സ് എ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ മെട്രിക്സ് എയുടെ ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോൺ സീറോ ഡിറ്റർമിനന്റ് ആണ് കിട്ടേണ്ടത്. സോ ഡിറ്റർമിനന്റ് എ വിൽ ബി ഈക്വൽ ടു 0 0 1 മൈനസ് ഗാമ 2 2 മൈനസ് ഗാമ 3 2 0 0 0 minus gamma 4 3. So the determinant of this matrix is 0. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ this will be equal to 0. Since the determinant is 0, the rank of the matrix, അപ്പോൾ നമ്മുടെ മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ റാങ്ക് ഡിറ്റർമിനന്റ് 0 ആയതുകൊണ്ട് മെട്രിക്സിന്റെ റാങ്ക് of this matrix is less than 3. Therefore, we can say that this equation does not satisfy the rank condition and it is not identified. അപ്പോൾ നമുക്ക് റാങ്ക് ഓഫ് ദി മെട്രിക്സ്, നമ്മൾ മെട്രിക്സ് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. നമ്മൾ പറഞ്ഞായിരുന്നു നോൺ സീറോ ഡിറ്റർമിനന്റ് ഫോം ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ആ ഇക്വേഷൻ ഐഡന്റിഫൈഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നോൺ സീറോ ഡിറ്റർമിനന്റ് ഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനർത്ഥം ആ ഇക്വേഷൻ ഐഡന്റിഫൈഡ് അല്ല. അപ്പോൾ ഇതിവിടെ ഈക്വൽ ടു 0 വരും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, അത് നോട്ട് ഐഡന്റിഫൈഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ റാങ്ക് കണ്ടീഷൻ നോക്കിയപ്പോൾ ഇത് ഐഡന്റിഫൈഡ് അല്ല. എന്നാൽ ഓർഡർ കണ്ടീഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ ഐഡന്റിഫൈഡ് ആയിരുന്നു. അപ്പോൾ അതൊരു നെസസറി ആണെങ്കിലും സഫീഷ്യൻറ്റ് കണ്ടീഷൻ അല്ല. ഈ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. So the rank condition is both a necessary and sufficient condition for identification. Therefore, although the order condition is satisfied, still we can say that the rank condition shows that it is not identified. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ഇക്വേഷൻസും നമുക്ക് ഐഡന്റിഫൈഡ് ആണോ നോട്ട് ഐഡന്റിഫൈഡ് ആണോ എന്ന് നോക്കാനായിട്ട് പറ്റും ബേസ്ഡ് ഓൺ ദി ഓർഡർ കണ്ടീഷൻ ആസ് വെൽ ആസ് ദി റാങ്ക് കണ്ടീഷൻ. So the rank condition tells us whether the equation under condition is identified or not. അപ്പോൾ നമ്മുടെ എടുത്തേക്കുന്ന ഇക്വേഷൻ ഐഡന്റിഫൈഡ് ആണോ അല്ലയോ എന്ന് ഇതുപോലെ ഓരോ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക്
റാങ്ക് കണ്ടീഷൻ ഉപയോഗിച്ച് ഐഡന്റിഫൈഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാം. ഐഡന്റിഫൈഡ് ആണെങ്കിൽ തന്നെ whereas the order condition tells us if it is exactly identified or over identified. അപ്പം നമ്മളുടെ റാങ്ക് കണ്ടീഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ റാങ്ക് കണ്ടീഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് അല്ലെ പ്രൊസീജിയർ നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് നമ്മളൊരു ടാബുലാർ ഫോമിൽ നമ്മുടെ ഇക്വേഷൻസിനെ റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ ടേബിൾ ഫോമിലാക്കി കോയിഫിഷ്യൻസ് എല്ലാം വെച്ചൊരു ടേബിൾ ഫോമിൽ നമ്മുടെ ഇക്വേഷൻസിനെ റെപ്രസെന്റ് ചെയ്തു, നമ്മൾ തൊട്ട് മുന്നേ കാണിച്ച പോലെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് ഔട്ട് ദി കോയിഫിഷ്യൻസ് ഓഫ് റോസ് ഇൻ വിച്ച് ഇക്വേഷൻസ് അണ്ടർ കൺസിഡറേഷൻ അപ്പിയേഴ്സ്. നമ്മൾ ഏത് ഇക്വേഷൻ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഇക്വേഷൻ്റെ ആ ഒരു റോ മാത്രം സ്ട്രൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു റോ മാത്രം കൺസിഡർ ചെയ്യുക. Now strike the columns corresponding to those coefficients in step 2 which are non-zero. നമ്മളുടെ ഈ റോ നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കൺസിഡർ ചെയ്ത ആ ഒരു റോയെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസും നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക വിച്ച് ആർ നോൺ സീറോ ആയിട്ടുള്ള ആ പർട്ടിക്കുലർ റോസ്, ആ ഒരു പർട്ടിക്കുലർ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ്റെ റോയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസും നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ഇനി മിച്ചമുള്ള എൻട്രീസ് that will give the coefficients of the variable included in the system but not in the equation. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത് സിസ്റ്റത്തിലുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞ y4ഉം x2ഉം x3ഉം മോഡലിൽ ഇതെല്ലാം ഉണ്ട്, എന്നാൽ ഇക്വേഷനിൽ ഇതെല്ലാം ഇല്ല. അപ്പം ഈ പറഞ്ഞ മോഡലിലുള്ള ഇക്വേഷനിൽ ഇല്ലാത്ത എൻട്രീസ് മിച്ചം വരുന്നതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു പോസിബിൾ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക. ആ പോസിബിൾ മെട്രിക്സ് m-1 ഓർഡറിലായിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. ഇനി ഇഫ് അറ്റ്ലീസ്റ്റ് വൺ നോൺ സീറോ ഡിറ്റർമിനൻ്റ് ക്യാൻ ബി ഫൗണ്ട്, ഒരു നോൺ സീറോ ഡിറ്റർമിനൻ്റ് എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഇക്വേഷൻ ഐഡൻറ്റിഫൈഡ് ആണ്. ആൻഡ് ദ റാങ്ക് ഓഫ് ദി മെട്രിക്സ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു m-1 ആയിരിക്കും അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോൺ സീറോ അല്ല നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കിട്ടിയത്, അതായത് ലെസ് ദാൻ m-1 ആണ് അതിൻ്റെ റാങ്ക്, അല്ലെങ്കിൽ ലെസ് ദാൻ 3 ആണ് അതിൻ്റെ റാങ്ക്. ആൻഡ് ഇഫ് ഓൾ ദ പോസിബിൾ m-1 ഡിറ്റർമിനൻസ് ആർ സീറോ ആണെങ്കിൽ ദെൻ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ m-1 ആയിരിക്കും. സോറി, റാങ്ക് ലെസ് ദാൻ m-1 ആയിരിക്കും and it is not identified. So this is the rank condition with which we can determine whether an equation in a simultaneous equation model is identified or not. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഐഡൻറ്റിഫയബിലിറ്റി ഇൻ എ സിസ്റ്റം ഓഫ് m സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസ് പറയാം. ഒന്ന്, ഇഫ് k minus k greater than m-1 and rank of matrix A is m-1, then equation is over identified. Okay, അപ്പം നമ്മളുടെ k minus k greater than m-1 ആണ് റാങ്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു m-1 ആണെങ്കിൽ ഇക്വേഷൻ ഇസ് ഓവർ ഐഡൻറ്റിഫൈഡ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ, ഇഫ് k minus k equal to m-1 and rank is m-1 capital M, then we can say that it is exactly identified. ഇനി തേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇഫ് k minus k greater than or equal to m-1, ഇനി റാങ്ക് ഈസ് ലെസ് ദാൻ m-1, then under identified. And fourth principle is if k minus k less than m-1, k minus k less than m-1 ആണെങ്കിൽ it is unidentified. ഇവിടെ റാങ്ക് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ലെസ് ദാൻ m-1 ആയിരിക്കും റാങ്ക് എന്ന് പറയുന്നത്. അത് അൺഐഡന്റിഫൈ. ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ തന്നെ നെസസറി കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ആൻഡ് ഇറ്റ് വിൽ ബി അൺഐഡന്റിഫൈഡ്. സോ
The identification problem or the identification problem can be solved, and we can determine whether an equation is identified or not based on these general principles and based on the rank as well as the order conditions of identifiability. So these are the rules of identification. Hope it is clear for you. Thank you.